ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേര് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സമയങ്ങൾ കൂടുതൽ ചിലവഴിക്കുന്നുണ്ട്? എത്ര പേര് വചനത്തിന് വേണ്ടി സമയം ചിലവഴിക്കുന്നുണ്ട്? നമ്മൾ വചനത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ സമയം എല്ലാം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, ഏറ്റവും ഫലവത്തായിരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്ന കോ സ്പോൺസേഴ്സാണ്. വർക്കലയിൽ നിന്ന് ഗീതു ബാബുവാണ്. താങ്ക് യു സിസ്റ്റർ ഗീതു. ആൺമക്കളുടെ വിവാഹം നടക്കുവാൻ, മക്കളും ഭർത്താവും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ സൗത്ത് കാലിൽ നിന്ന് എലൈൻ റെജിയാണ്. താങ്ക് യു എലൈൻ. ഏപ്രിൽ 11 മാതാപിതാക്കളുടെ 27ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ തന്നെ കർത്താവെ, വീട് പണി പൂർത്തിയാകാൻ സാധിച്ചല്ലോ, അതിനായി നന്ദി പറയുന്നു. ഭവനത്തിലെ എല്ലാവർക്കും രോഗസൗഖ്യമുണ്ടാകാൻ കർത്താവ് കൃപ ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. അതുപോലെ തന്നെ ഇന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നത്. ആ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ, അതായത് ഗുഡ് ഫ്രൈഡേ സർവീസ് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണി വരെയുള്ള മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് എല്ലാവർക്കും ഓപ്പൺ ടു ഓൾ ആണ്. അതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും തന്നെ ആവശ്യമില്ല. ദയവായി കടന്നു വരിക, അനുഗ്രഹത്തെ പ്രാപിക്കുക. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രഭാതം തോറും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക സമാധാനത്തെക്കുറിച്ചാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പഠനമായി അവസാനിക്കില്ല, വെറും നോട്ട്സായിട്ട് ചുരുങ്ങില്ല. സംതിങ് ദ ലോർഡ് ഈസ് ഗോയിങ് ടു ട്രാൻസ്ഫർ ഇൻ ടു യുവർ സോൾ, ഇൻ ടു യുവർ ഹാർട്ട്, ഇൻ ടു യുവർ സ്പിരിറ്റ്, ഇൻ ടു യുവർ പേഴ്സണാലിറ്റി ആൻഡ് ഈവൻ ഇൻ ടു ദി റിലേഷൻഷിപ്സ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ, കുടുംബത്തിൽ, ബന്ധങ്ങളിൽ, ഹൃദയത്തിൽ, മനസ്സിൽ ഒക്കെ വന്ന് നിറയുന്ന സൂപ്പർ നാച്ചുറൽ പീസ് കർത്താവ് തരാൻ പോവുക. നമ്മൾ ആദ്യമേ കണ്ടു, ഈ ദൈവിക സമാധാനം യഥാർത്ഥത്തിലുള്ള സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ദൈവത്തിലാണ് ദൈവിക സമാധാനമുള്ളത്. ആ ദൈവിക സമാധാനവുമായിട്ടാണ് യേശു ഈ ഭൂമിയിൽ രക്ഷകനായി അവതരിച്ചത്. അതുകൊണ്ടാണ് യേശു ജനിച്ച സമയത്ത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ, ഹെവൻലി ക്വയറിൻ്റെ ഒരു വലിയ ഒരു സെഗ്മെൻ്റ് തന്നെ നിന്ന് പാടി. അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല ഈ സമാധാനം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നവർക്കുള്ളതാണ് ഈ സമാധാനം. ആൻഡ് ജീസസ് ബിക്കേം ദ ഗ്രേറ്റസ്റ്റ് റെക്കൺസൈലർ. ബ്രോക്കൺ റിലേഷൻഷിപ്സിൽ നിന്നാണ് അസമാധാനം ആരംഭിക്കുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നത്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ കണക്ട് ചെയ്യാൻ വേണ്ടി ഏക മധ്യസ്ഥനായി, ഏക യാഗവസ്തുവായി, പെസഹ കുഞ്ഞാടായി, ദൈവകുഞ്ഞാടായി നമ്മുടെ പാപങ്ങൾ എടുത്തുകൊണ്ട് അവൻ സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്തിൽ, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ചോര വാർന്നൊലിച്ച് അവൻ കിടന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടിയത്. സോ ഹീസ് ദ ഗ്രേറ്റസ്റ്റ് റെക്കൺസൈലർ. അങ്ങനെ നമുക്കിന്ന് ആ നിരപ്പിൻ്റെ ശുശ്രൂഷ കിട്ടി. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിക്കുന്ന സന്ദേശം കിട്ടി. അതാണ് സുവിശേഷം. ആ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഷാലോം എന്താണെന്ന് കണ്ടു. ഷാലോം എന്ന് പറഞ്ഞാൽ ചുമ്മാ മനസ്സിലൊരു സ്വസ്ഥത എന്നതിനപ്പുറത്ത് ഒരു ഓൾ ഇൻക്ലൂസീവ് പാക്കേജാണ് ഷാലോം എന്ന് കണ്ടു. എല്ലാവരും കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ ഷാലോം, ഉറക്കെ പറ ഷാലോം. ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഷാലോം 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 ഷാലോം. ആ കമൻറ്റ് സെക്ഷനൊക്കെ നിറയുന്നതനുസരിച്ച് ഹൃദയങ്ങളും ഭവനങ്ങളും ഷാലോം കൊണ്ട് നിറയട്ടെ. ഐശ്വര്യം, സമാധാനം, സ്വസ്ഥത, ഹാർമണി, ഹോൾനെസ്, ഇൻറ്റഗ്രിറ്റി, സേഫ്റ്റി, പ്രോസ്പെറിറ്റി, ഹെൽത്ത് എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ആമേൻ. ഞാൻ ഇന്ന് ചില വചനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഇന്ന് പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് ദ പീസ് ഷൂസ്, അല്ലെങ്കിൽ സമാധാന ചെരുപ്പുകൾ, അതിനെക്കുറിച്ചാണ്. എഫീസ് ലേഖനം 6:15, Ephesians 6 and verse number 15, and with your feet fitted with the readiness that comes from the gospel of peace. സമാധാന
സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കിക്കൊണ്ടും എന്നാണ് എഴുതുന്നത്. എഫെസ്യ ലേഖനം 6 കുറച്ചുകൂടി മുമ്പ് തുടങ്ങി വായിക്കുവാണെങ്കിൽ ഓരോ വിശ്വാസിയും ഓരോ ദൈവത്തിൻ്റെ പൈതലും സർവ്വ ആയുധവർഗം എടുത്തുകൊണ്ട് നിൽക്കണം എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഈ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ് എടുക്കണം, ദൈവത്തിൻ്റെ സർവ്വായുധവർഗം എടുത്തുകൊണ്ട് നിൽപ്പിനെന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ലേഖനം എഴുതുമ്പോൾ, എഫെസ്യ ലേഖനം എഴുതുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. അന്നത്തെ റോമൻ പടയാളികൾ അവരുടെ തലയിൽ ഒരു ഹെൽമറ്റ്, പടച്ചട്ട, മാർക്കവചം, അതുപോലെ ഒരു ബെൽറ്റ് അരക്കച്ച, പിന്നെ ചെരുപ്പ്, ഷീൽഡ്, പരിച, വാള്, ഇതെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു റോമൻ പടയാളികളെ മുൻപിൽ കണ്ടുകൊണ്ട്, ഒരുപക്ഷെ തന്നെ കാരാഗൃഹത്തിലിട്ടപ്പോൾ അവിടെ നിൽക്കുന്ന പടയാളികളെ മുമ്പിൽ നേരിട്ട് കണ്ടുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് എഴുതുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ സർവ്വായുധവർഗം എടുത്തു നിൽപ്പിൻ. അപ്പോൾ റോമൻ പടയാളി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള മെറ്റാലിക് ഹെൽമറ്റ് വെച്ചിരിക്കുന്നു. അത് ചിലതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സാധനമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ എഴുതി രക്ഷയുടെ ശിരസ്ത്രം, ഒരു സ്ഥലത്ത് പ്രത്യാശയുടെ ശിരസ്ത്രം, ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ എടുക്കണം. പിന്നെ ഇവിടെ അടുത്തത് പറയുന്നുണ്ട് ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്, ദെൻ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. പിന്നെ കാലിലിടുന്ന കാര്യം വന്നപ്പോഴാണ് അദ്ദേഹം ഇത് എഴുതുന്നത്, വിത്ത് യുവർ ഫീറ്റ് ഫിറ്റഡ് വിത്ത് ദ റെഡിനെസ് ദാറ്റ് കംസ് ഫ്രോം ദ ഗോസ്പൽ ഓഫ് പീസ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കിക്കൊണ്ടു. ചുരുക്കി ഞാനങ്ങ് പറയാണ്, സമാധാന ചെരുപ്പുകൾ, ദ ഗോസ്പൽ ഷൂസ്, അതിട്ടുകൊണ്ട് വേണം ഓരോ വിശ്വാസിയും നടക്കാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാവർക്കും സമാധാനം വേണം. എന്നോട് നേരിട്ട് വന്ന് സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ 100 കണക്കിന് ആളുകൾ ഇതുവരെ പറഞ്ഞു കാണും. കാരണം അതൊരു പ്രൈം എസെൻഷ്യൽ നീഡാണ്. ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന വിഷയം ഇതാകാൻ ചാൻസ് ഉണ്ട്. സമാധാനം, സമാധാനം, സമാധാനമല്ലോ. ഉറക്കം വരുന്നില്ല, ഉറക്കഗുളി കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല, വീടിനകത്ത് കയറിയ പിന്നെ ആകപ്പാടെ പ്രശ്നമാണ്, തമ്മിൽ കണ്ടെത്തല്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ പീപ്പിൾ നീഡ് പീസ്. അപ്പോൾ നമ്മുടെ ഫോർ ഫാദേഴ്സ് തുടങ്ങി ഇപ്പോഴത്തെ തലമുറയായാലും മുൻ തലമുറകളായാലും ഇനിയുള്ള തലമുറകൾക്കും സമാധാനം വേണം. എന്നാൽ ഈ ദൈവിക സമാധാനം എവിടെ കിട്ടും? ഇതാണ് ചോദ്യം. ഈ ദൈവിക സമാധാനം കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. മാർക്കറ്റിൽ അത് കിട്ടില്ല, കാശ് കൊടുത്താൽ അത് കിട്ടില്ല, സ്വർണം കിട്ടിയാൽ അത് കിട്ടില്ല, നല്ല കിടക്കുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകണമെന്നില്ല. എല്ലാ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ലക്ഷറിയിൽ ജീവിച്ചാലും സമാധാനം കിട്ടണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വേണം വരാൻ. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനത്തെക്കുറിച്ച് യേശു പറഞ്ഞു, അത് താൽക്കാലികമാണ്. ചിലത് നൈമിഷികം, ചിലത് 1 മണിക്കൂർ, ചിലത് 3 മണിക്കൂർ, ചിലത് 1 ദിവസം, തീർന്നു. എന്നാൽ ദൈവം നൽകുന്ന വലിയ സമാധാനം ഷാലോമാണ്. ആ ഷാലോമിനകത്ത് ചുമ്മാ മനസ്സിലുള്ളൊരു സ്വസ്ഥതയ്ക്കപ്പുറത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓൾറൈറ്റ്. ഇപ്പം ഇവിടെ പൗലോസ് ഇതിനെ പറയുന്ന സമാധാന സുവിശേഷം, അതിൻ്റെ ഒരുക്കം കാലിൽ ചെരുപ്പാക്കാനാണ്. ഇൻ അതർ വേർഡ്സ്, ഇങ്ങനെ ചിന്തിക്കുക, ഒരു പട്ടാളക്കാരൻ, ഒരു പടയാളി, ഒരു സോൾജർ പോവുകയാണ്, യുദ്ധത്തിന് പോവുക, കാലിൽ ഒരു ചെരുപ്പ് ഇട്ടിട്ടില്ല. എന്തായിരിക്കും അവസ്ഥ? നഗ്നപാതനായി ഒരാൾ യുദ്ധത്തിന് പോയാൽ എങ്ങനെയിരിക്കും? സാധാരണ പട്ടാളക്കാരിടുന്നത് ഒരു പട്ടാള ബൂട്ടുകളാണ്. അതിൻ്റെ ഹീല് തന്നെ ഭയങ്കരമായിരിക്കും. കാല് കവർ ചെയ്താൽ ഒരുപക്ഷെ അത് ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും. ആരെങ്കിലും വെടിവെച്ചാൽ ഈ വെടിയുണ്ട പോലും തുളച്ച് കയറാത്ത രീതിയിലുള്ള ഷൂസ് ആയിരിക്കും. അത്രയ്ക്ക് കാലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ സോളിഡായ, വളരെ ഹെവിയായ ബൂട്ടുകളായിരിക്കും പട്ടാളക്കാരിടുന്നത്. അതിനോടാണ് പൗലോസ് ഉപമിക്കുന്നത്. സമാധാന സുവിശേഷം കാലിന്
ചെരുപ്പായിരിക്കണം, അതോ ഷൂസ് ആയിരിക്കണം, ബൂട്ട്സ് ആയിരിക്കണം എന്താ പറയുക. ഒരു പട്ടാളക്കാരൻ ബൂട്ട്സ് ഇടാതെ ക്യാമ്പിലേക്ക് പോയാൽ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോയാൽ എത്രത്തോളം ആ മനുഷ്യൻ സുരക്ഷിതത്വമില്ലായ്മ അനുഭവിക്കേണ്ടി വരും. കാലുകൾക്ക് മുറിവേക്കാം, കാലറ്റുപോകാം. മാത്രമല്ല കുറേ നടന്നും ഒക്കെ കഴിയുമ്പോൾ യുദ്ധത്തിലൊക്കെ കാലിൽ ചവിട്ടാൻ, കാരണം കല്ലോ വല്ലാത്ത പ്രതലങ്ങളായിരിക്കും അല്ലേ, അവിടെയൊക്കെ ചവിട്ടാൻ സാധിക്കുമോ? ഇതിനെല്ലാത്തിൻ്റെ പരിഹാരമാണ് എന്ത്? ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂസ്. അപ്പോൾ ഈ കാലിൽ നമ്മൾ ബൂട്ട്സ് ഇടുന്നതിന് പകരം കാലിൽ നമ്മൾ ഈ ചെരുപ്പിടുകയാണെങ്കിൽ, സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പിടുകയാണെങ്കിൽ എത്രത്തോളം നമ്മെ എങ്ങനെ അതിനെ പറയണ്ടേ, ചവിട്ടി നിൽക്കാൻ, സുരക്ഷിതമായി ചവിട്ടി നിൽക്കാൻ സഹായിക്കുന്നതാണ് സമാധാന സുവിശേഷം. ദ ഗോസ്പൽ ഈസ് നോട്ട് ജസ്റ്റ് എ മെസ്സേജ് ടു ഹിയർ, ബട്ട് ഇറ്റ് ഈസ് സംതിങ് വി വാക്ക് ഇൻ. സുവിശേഷം എന്ന് പറയുന്നത് ചുമ്മാ കേൾക്കുന്നൊരു സന്ദേശമല്ല, നമ്മൾ സുവിശേഷത്തിലാണ് നടക്കുന്നത്. സുവിശേഷത്തിൻ്റെ ചെരുപ്പിട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ചെരുപ്പുകൾക്കകത്താണ് നമ്മൾ കയറി നിൽക്കുന്നത്. വാവ്! അപ്പോൾ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് രക്ഷിക്കപ്പെടുന്ന ഏവർക്കും അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയ്ക്കുള്ള ദൈവശക്തിയാകും. ദർ ഇസ് പവർ ഇൻ ദ ഗോസ്പൽ. മറ്റുള്ളവർക്ക് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ തന്നെ ചില ആൾക്ക് അലർജിയാണ്, ചില ആൾക്ക് പുച്ഛമാണ്. സുവിശേഷ എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ ആൾക്ക് തോന്നാറുണ്ട്, അത്രയ്ക്കൊരു നാണം തോന്നുന്നു. പക്ഷേ പൗലോസ് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് ഒരു ലക്ഷ്യമില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം പറയാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ തടസ്സം ലൂസിഫർ അല്ല, ലൂസിഫറിൻ്റെ ഫാദറിൻലോ അല്ല, ലൂസിഫറിൻ്റെ മദറിൻലോ അല്ല, ലൂസിഫറിൻ്റെ മക്കളല്ല, ലൂസിഫറിൻ്റെ അസിസ്റ്റൻസ് അല്ല, ലൂസിഫറിൻ്റെ ഓട് ബന്ധപ്പെട്ട ആരുമല്ല, ലജ്ജയാണ്. സുവിശേഷം പറയുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയും. അപ്പം നമ്മൾ സുവിശേഷം പറയുന്നില്ലെങ്കിൽ എന്തൊരു ഷെയിംഫുൾനെസ് വരുന്നതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്താണ്? ലജ്ജ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, നോ നോ നോ, ഐ എം നോട്ട് അഷേംഡ് ഓഫ് ദ ഗോസ്പൽ. നശിച്ചു പോകുന്ന ഏവർക്കും ദൈവശക്തിയായ ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ഒരു ലജ്ജയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സുവിശേഷത്തിൽ ചവിട്ടിയാണ് നടക്കുന്നത്, സുവിശേഷത്തിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്, സുവിശേഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പീസ് ഈസ് അവർ ഫൗണ്ടേഷൻ. ഈ സമാധാനം നമ്മൾ അടിസ്ഥാനമാണെന്ന് വിചാരിച്ചു. വിതൗട്ട് ഇറ്റ് വി സ്റ്റംബിൾ. ഈ ചെരുപ്പിട്ടില്ലെങ്കിൽ നമ്മൾ കാലിടറി വീഴും. ഈ സുവിശേഷ ചെരുപ്പുകൾ ഇട്ടില്ലെങ്കിൽ കാലിടറി വീഴാൻ സാധ്യതയുണ്ട്. സോ ബീയിങ് പ്രിപ്പേർഡ് ഇൻ പീസ് allows us to advance in every spiritual battle. അപ്പോൾ ഈ ദൈവിക സമാധാനത്തിനകത്ത് നമ്മൾ ഒരുക്കപ്പെടുമ്പോൾ എല്ലാ ആത്മീയ യുദ്ധത്തിനും നമ്മൾ പ്രാപ്തരാകുകയാണ്. കാരണം അതിൽ ചവിട്ട് നിൽക്കുകയാണ്, നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകുകയാണ്. ചോദ്യം, നിങ്ങൾ സുവിശേഷത്തിൻ്റെ ചെരുപ്പ് കാലിൽ ഇട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് അവിടെ ഒരുക്കം എന്നുള്ളൊരു വാക്കുകൂടിയുണ്ട്, സുവിശേഷത്തിനായുള്ള ഒരുക്കം. അതിൻ്റെ അർത്ഥം റെഡിനെസ് ടു ഷെയർ ദ ഗോസ്പൽ വിത്ത് അതേഴ്സ്. നമ്മളതെല്ലാം ചവിട്ടി നടക്കുന്നത്. ആരോടെങ്കിലൊക്കെ സുവിശേഷം പറയാൻ പ്രിപ്പേർഡായി റെഡിയായി നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. 1 Peter chapter 5 verse number 14. 1 പത്രോസ് 5:14 നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷിൽ, ഗിവ് ഈച്ച് അതർ എ വാം ഗ്രീറ്റിംഗ്. ഐ പ്രേ ദാറ്റ് ഗോഡ് വിൽ ഗിവ് പീസ് ടു എവ്രി വൺ ഹു ബിലോങ്സ് ടു ക്രൈസ്റ്റ്. ഇങ്ങനെയാണ്, സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ, ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. വാ, അങ്ങനെയാണ് അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്യുന്നത്. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ കണ്ണിലേക്ക് നോക്കി, നിങ്ങൾ ക്രിസ്തുവിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പൂർണ്ണ സമാധാനം ഉണ്ട്, അല്ലെങ്കിൽ സമാധാനത്തിന് നിങ്ങൾ അർഹനാണ്, അർഹയാണ്. വാ വാ വാ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിലുള്ള സമാധാനം എൻ്റെ അവകാശമാണെന്നൊന്ന് പറ.
കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, കൈ ഉയർത്തി പറയുക, ക്രിസ്തുവിലുള്ള സമാധാനം എൻ്റെ അവകാശമാണ്. പറഞ്ഞേ, ക്രിസ്തുവിലുള്ള സമാധാനം എൻ്റെ അവകാശമാണ്. ഓൾറൈറ്റ്. ഇനി യേശയ്യാവിൻ്റെ പുസ്തകം 32:18 നല്ലൊരു വാക്യമാണേ. Isaiah 32 and verse number 18. My people will live in peaceful dwelling places, in secure homes, in undisturbed places of rest. കയറി പിടിച്ചോളണേ. വായിക്കാം മലയാളം. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. അണ്ടർലൈൻ ചെയ്തു. അതൊന്ന് കോപ്പി എടുത്ത് കമൻറ്റ് സെക്ഷനിൽ ഒന്നിട്ടേ. എൻ്റെ ജനം. എത്ര പേര് ദൈവജനമാണ്? നമ്മളൊക്കെ കർത്താവിൻ്റെ ജനമാണെങ്കിൽ അതിൽപ്പെട്ടത് എൻ്റെ ജനം. പീപ്പിൾ ഓഫ് ഗോഡ്, ഗോഡ്സ് പീപ്പിൾ, മൈ പീപ്പിൾ. സമാധാന നിവാസത്തിലും, ഇംഗ്ലീഷിൽ പറഞ്ഞ പീസ്ഫുൾ ഡ്വെല്ലിംഗ് പ്ലേസസ്. അതിൻ്റെ അർത്ഥം കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം നിറഞ്ഞു വസിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ ജനം, മൈ പീപ്പിൾ വിൽ ലിവ് ഇൻ പീസ്ഫുൾ ഡ്വെല്ലിംഗ് പ്ലേസസ്, ഇൻ സെക്യൂർ ഹോംസ്. അതിനുശേഷം പറയുന്നത് നിർഭയ വസതികളിലും, ഇൻ അൺഡിസ്റ്റർബ്ഡ് പ്ലേസസ് ഓഫ് റെസ്റ്റ്, സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. ഇതൊരു വലിയ വാഗ്ദത്തമല്ലേ? ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. നിങ്ങൾ പീസ്ഫുൾ ഡ്വെല്ലിംഗ് പ്ലേസസിൽ ജീവിക്കും. യു വിൽ ലിവ് ഇൻ പീസ്ഫുൾ ഡ്വെല്ലിംഗ് പ്ലേസസ്, നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. ഞാനിന്ന് നിങ്ങളെ നോക്കി പ്രവചിക്കും. നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വാസസ്ഥലം സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കും. സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കും. സമാധാനം കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾ നിറയുകയാണ്. കൈ ഉയർത്തി സ്വീകരിക്കാമോ? പറഞ്ഞേ, ഞാനത് സ്വീകരിക്കുന്നു. ഐ റിസീവ്. അപ്പോൾ God says His people shall live in peaceful dwellings and undisturbed places of rest. This is like an oath taken by the Father. പിതാവായ ദൈവം, നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി എടുത്ത ഒരു കഠിന ശപഥം പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. ആ ടോണിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ ജനം നിർഭയ സ്വൈര്യങ്ങളിൽ വസിക്കും. എൻ്റെ ജന സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. അതൊരു ഭയങ്കരമായ ഒരു വാഗ്ദത്തമാണ്. In other words, the Father, the Heavenly Father, wants His children to live in peaceful dwellings. അടുത്ത 1-2 വചനങ്ങൾ ഞാൻ തരാൻ പോവുക. കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്ക് കിട്ടിയ ശക്തിയേറിയ ചില വാഗ്ദത്തങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകും. എഴുതി വെച്ചോ, ഇത് കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇട്ടോ. Isaiah 66 and verse number 12. യേശയ്യാവിൻ്റെ പുസ്തകം 66-ാം അധ്യായം എന്ന് വെച്ചാൽ അവസാന അധ്യായം 12-ാമത്തെ വചനം. For this is what the Lord says, I will extend peace to her like a river, and the wealth of the nations like a flooding stream. You will nurse and be carried on her arm and dandled on her knees. അതിൻ്റെ മലയാളം വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിലെടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അതിനുശേഷം പറയാം, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. പിതാവ് നമുക്ക് നൽകുന്ന വാഗ്ദത്തമാണ്. അവിടെ പറയുന്നത്, I will extend, this is what you have to underline, I will extend peace to her like a river. സമാധാനത്തെ ഞാൻ നദി പോലെ ഒഴുക്കി കൊടുക്കും.
അല്ലെങ്കിൽ സമാധാന നദിയെ ഞാൻ ഒഴുക്കും. എത്ര പേർ കൈകൾ ഉയർത്തി സ്വീകരിക്കും? എൻ്റെ കുടുംബത്തിലേക്ക് സമാധാനത്തിൻ്റെ നദികൾ ഒഴുകട്ടെ. അത് അങ്ങനൊരു വേർഡ്, അങ്ങനൊരു ഫ്രേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൈകൾ ഉയർത്തി പറയാം, എൻ്റെ കുടുംബത്തിലേക്ക് സമാധാനത്തിൻ്റെ നദികൾ ഒഴുകട്ടെ. പറഞ്ഞേ, എൻ്റെ കുടുംബത്തിലേക്ക് സമാധാനത്തിൻ്റെ നദികൾ ഒഴുകട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ ചില വീടുകളിലൊക്കെ സമാധാനം എന്ന മൂടൽ മഞ്ഞ് പോലെ നിറയുകയും മുറികളിലൂടെ, വരാന്തയിലൂടെ, പൂമുഖത്തൂടെ ഒക്കെ ഇങ്ങനെ നദി ഒഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ സമാധാനം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. കമൻറ്റ് സെക്ഷനിൽ പോയി ടൈപ്പ് ചെയ്തിടുക, മൈ പീസ് ഷാൽ ഫ്ലോ ലൈക്ക് എ റിവർ. എൻ്റെ സമാധാനം നദി പോലെ ഒഴുകും. നദി ചില സമയത്ത് കരകവിഞ്ഞൊക്കെ ഒഴുകും കേട്ടോ, ചിലപ്പോൾ സ്പീഡിൽ ഒഴുകും. കരകവിഞ്ഞൊഴുകുന്നത്, നദിക്ക് അപ്പുറത്തേക്ക് ഒഴുകുന്നത് കരയ്ക്ക് കൂടി ഉള്ളതാണ്. അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്കെല്ലാം ഉള്ളതാണ്. അപ്പോൾ നിങ്ങളിലുള്ള സമാധാനം കരകവിഞ്ഞൊഴുകുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നതായി പറയുന്നത്. ഐസയ 48 and verse number 18 അവിടെ പറയുന്നത്, ഇഫ് ഓൺലി യു ഹാഡ് പെയ്ഡ് അറ്റൻഷൻ ടു മൈ കൊമാൻഡ്സ് യുവർ പീസ് വുഡ് ഹാവ് ബീൻ ലൈക്ക് എ റിവർ, യുവർ വെൽ ബീയിങ് ലൈക്ക് ദ വേവ്സ് ഓഫ് ദ സീ. അതൊന്ന് വായിച്ചു നോക്കാം. അവിടെ പറഞ്ഞ, അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിൻ്റെ സമാധാനം നദി പോലെയും നിൻ്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. അതായത് ജനം അനുസരിച്ചില്ല. എന്നാൽ അനുസരിച്ചിരുന്നെങ്കിൽ, കൽപ്പനകളെ അനുസരിച്ചിരുന്നുവെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. അപ്പം നദി പോലെ ദൈവിക സമാധാനം ഒഴുകുന്നതിൻ്റെ ഒരു സീക്രട്ട് നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണ്. അവിടെയാണ് പൂർണ്ണ സ്വസ്ഥത. ഐസയ 54 verse number 13 നോക്കാം. ഐസയ 54 verse number 13. All your children will be taught by the Lord and great will be their peace. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. അമ്മയപ്പന്മാരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? മക്കളെക്കുറിച്ചുള്ളൊരു ദൈവിക വാഗ്ദത്തമാണ് നമ്മളിവിടെ കാണുന്നത്. മക്കളുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പറയുക, എൻ്റെ മക്കളെല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും എൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത്, പേഴ്സണലൈസ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഒന്നിടാമോ? എല്ലാവരും ഇടണം. അത് നിങ്ങളുടെ ഒരു ഓഹരിയാണ്, നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്കുള്ള അനുഗ്രഹമാണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് ടൈപ്പ് ചെയ്തിടേണ്ടത്, മൈ ചിൽഡ്രൻ വിൽ ബി ടോട്ട് ബൈ ദ ലോർഡ് ആൻഡ് ഗ്രേറ്റ് വിൽ ബി ദെയർ പീസ്. മൈ ചിൽഡ്രൻസ് പീസ് വിൽ ബി ഗ്രേറ്റ്. അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. നാളെ ഞാൻ തുടരും. ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പീസ് ഷൂസ്, സമാധാന ചെരുപ്പുകളെക്കുറിച്ചും സമാധാന നദിയെക്കുറിച്ചുമാണ്. കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, ഇന്നെല്ലാവരുടെ കാലുകളിൽ ഈ സമാധാനത്തിൻ്റെ ചെരുപ്പുകൾ വരട്ടെ. റെഡിനെസ് ടു ഷെയർ ദ ഗോസ്പൽ, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം. എപ്പോഴും സുവിശേഷത്തിൽ ജീവിക്കാൻ, സുവിശേഷത്തിനകത്ത് കാൽ വെച്ച് ജീവിക്കാൻ സഹായിക്കണം. മാത്രമല്ല, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, മക്കളിലൊക്കെ സമാധാനം നദി പോലെ ഒഴുകട്ടെ. കൈനീട്ടം യേശുവിൻ്റെ നാമത്തിൽ. ഞാനിപ്പോൾ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ജനങ്ങളുടെ മേലുള്ള രോഗശക്തികൾ മാറിപ്പോട്ടെ. ടേൺ ഓഫ് ഡിസീസസ് ഫാദർ. ഈ രോഗങ്ങളൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ റൂട്ട് കോസുകളും ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്യണമേ. കാൽമുട്ടിന് നീരുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കാൽപാദത്തിൽ നീരുള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ. അതുപോലെ ഷുഗർ വല്ലാതെ ഷൂട്ടപ്പ് ചെയ്ത് നിൽക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, തിരുനാമത്തിൽ ജനങ്ങളെ ഞാനിപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഒന്ന് കൈനീട്ടി പിടിച്ച് എല്ലാ വിഷയങ്ങളിലും കർത്താവ് വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ഇതിൻ്റെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ബൈ.